ശബരിമലയിൽ തുടരുന്ന സർക്കാർ അവഗണന, കുടിക്കാൻ വെള്ളമില്ല, ശൗചാലയമടക്കം അടിസ്ഥാന സൗകര്യങ്ങളുമില്ല, കുഞ്ഞു കുട്ടികളടക്കം ദുരിതത്തിലാകുന്ന സാഹചര്യം. പലരും ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ 18-ാം പടി ചവിട്ടാതെ മാലയൂരി തിരിച്ചു പോകുന്നു. ഭക്തർക്ക് വേണ്ട അത്യാവശ്യം സൗകര്യങ്ങൾ പോലും ഒരുക്കാൻ എന്തുകൊണ്ടാണ് സർക്കാരിന് കഴിയാതെ പോകുന്നത്? ഭക്തജനപ്രവാഹം കണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പകച്ചുപോയോ? വീഴ്ചകൾ പരിഹരിക്കാൻ ഇനി സാധിക്കുമോ? സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, ഇപ്പോൾ സന്നിധാനത്ത് തിരക്ക് നിയന്ത്രിക്കാൻ സാധിച്ചോ? തിരക്ക് നിയന്ത്രിക്കാൻ സാധിച്ചു എന്നാണ് പോലീസ് ചീഫ് കോർഡിനേറ്റർ ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും ഭക്തർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവിടെ തിരക്കുണ്ട്, മതിയായ ദർശനം സാധ്യമാകുന്നില്ല. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ കുടിക്കാൻ വെള്ളമില്ല, ശൗചാലയങ്ങളുടെ ദയനീയമായ അവസ്ഥ. മിഥുൻ, എന്തൊക്കെയാണ് ഏറ്റവും പുതുതായി സന്നിധാനത്ത് നിന്ന് നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്? അനിൽ നമ്പ്യാർ, തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി പോലീസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടി എന്ന് പറയുന്നത് മറ്റു ഭാഗങ്ങളിലുള്ള, അതായത് പമ്പ, നിലയ്ക്കൽ തുടങ്ങിയ മേഖലകളിൽ ഭക്തജനങ്ങളെ തടയുക എന്നുള്ളതാണ്. സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് ഇതാണ്. അടിയന്തര നടപടി എന്ന് പറയാവുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ സന്നിധാനത്തെ തിരക്ക് പോലീസിന്റെ നിയന്ത്രണത്തിൽ ആണ് എന്ന് പറയാം. അതാണ് ഉച്ചയ്ക്ക് നമ്മൾ കണ്ട ഭയപ്പെടുത്തുന്ന ആ സാഹചര്യത്തിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം. പോലീസിന്റെ നിയന്ത്രണത്തിലേക്ക് സന്നിധാനത്തെ ഭക്തജന തിരക്ക് എത്തിയിരിക്കുന്നു. 18-ാം പടിക്ക് താഴെയും ഫ്ലൈ ഓവറിലും നടപ്പന്തലിലുമെല്ലാം പോലീസിന്റെ നിയന്ത്രണത്തിലേക്ക് ഈ തിരക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ള ഒരു മാറ്റം മാത്രമാണ് സന്നിധാനത്ത് നിന്ന് ഈ ഒരു മണിക്കൂറിൽ പറയാനുള്ളത്. തിരക്ക് അതേപടി തന്നെയുണ്ട്. സന്നിധാനത്ത് വിവിധ ഭാഗങ്ങളിൽ ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നടപ്പന്തലിലും ഫ്ലൈ ഓവറും എല്ലാം ഭക്തജനങ്ങളെ തിങ്ങി നിറഞ്ഞ് ഇരിക്കുകയാണ്. ഈ നടപ്പന്തലിലും മറ്റു ഭാഗങ്ങളിലുമെല്ലാം ഉള്ള ഭക്തജനങ്ങൾക്ക് മണിക്കൂറുകളോളം തന്നെ ഇനിയും വരി നിൽക്കേണ്ടി വരും. അതിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ തിരക്ക് പോലീസിന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഈ ബാരിക്കേഡിന് മുകളിൽ കയറിയും ഒക്കെ ഭക്തജനങ്ങൾ അവരുടെ രോഷപ്രകടനം കാണിക്കുന്ന ആ സ്ഥിതിവിശേഷത്തിന് മാത്രം മാറ്റം ഉണ്ടായിരിക്കുന്നു എന്ന് മാത്രമേ ഈ ഒരു സമയത്ത് സന്നിധാനത്തെ സ്ഥിതിവിശേഷമായി പറയാനുള്ളൂ. ഇനി ഉണ്ടാകുന്ന ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, ഇന്ന് സന്നിധാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP S. ശ്രീജിത്ത് പറഞ്ഞത് അടിയന്തര നടപടിയായി നിലയ്ക്കൽ മുതൽ ഭക്തജനങ്ങളെ തടയും, കൂടുതൽ സമയം ഭക്തജനങ്ങളെ നിലയ്ക്കൽ നിർത്തും എന്നുള്ളതാണ്. പമ്പയിൽ ഈ സ്ഥിതി നിയന്ത്രണ വിധേയമാകുമ്പോൾ നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് ഭക്തജനങ്ങളെ കടത്തിവിടും. പിന്നീട് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് മല കയറാൻ അനുവദിക്കും. അപ്പോൾ പമ്പയിൽ ഭക്തജനങ്ങളെ തടഞ്ഞിട്ടുണ്ട്, നിലയ്ക്കലിൽ ഭക്തജനങ്ങളെ തടഞ്ഞിട്ടുണ്ട്. ഇതിന് സമാന്തരമായി തന്നെ എരുമേലി അടക്കമുള്ള, പന്തളം അടക്കമുള്ള മറ്റ് ഇടത്താവളങ്ങളിലും ഭക്തജനങ്ങളെ തടയും. അപ്പോൾ ശബരിമല പാതയിലുള്ള ഇടത്താവളങ്ങളിലെല്ലാം ഇനി വലിയ ഒരു തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയാണുള്ളത്. അത് എരുമേലി ആയാലും പന്തളമായാലും പത്തനംതിട്ടയിലെ ഇടത്താവളങ്ങളായാലും അവിടെയെല്ലാം ഭക്തജനങ്ങൾക്ക് ഇനി ക്യൂ നിൽക്കേണ്ടി വരും, മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരും. ശബരിമല പാതയിൽ വലിയ തിരക്ക്, വാഹനങ്ങളുടെ വലിയ ബാഹുല്യമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാകുമ്പോൾ സന്നിധാനത്തിന് പുറത്തേക്കുള്ള, പമ്പയിൽ നിന്നും പുറത്തേക്കുള്ള ശബരിമല പാതകളിൽ വലിയ തിരക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ക്രൗഡ് മാനേജ്മെന്റ് അമ്പെ പാളിപ്പോയ ഒരു സാഹചര്യം. ഇനി തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള അപ്രായോഗികമായിട്ടുള്ള നടപടികളുമായി പോലീസ് പോകുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ട് ഭക്തജനങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയിലേക്കാണ് വഴിവെക്കുന്നത് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്നത്. ഇനി സന്നിധാനത്ത് നാളെയും ഈ തിക്കും തിരക്കും ഉണ്ടാകുമോ? നാളെയും നമ്മുടെ അയ്യപ്പ ഭക്തർ ബുദ്ധിമുട്ടുമോ? അവരുടെ കഷ്ടപ്പാട് അത് തുടരുമോ? അതിനൊരു അറുതി ഉണ്ടാക്കാൻ ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? പോലീസ് ചീഫ് എന്താണ് പറയുന്നത്? ചീഫ് കോർഡിനേറ്റർ എന്താണ് ഇപ്പോൾ പറയുന്നത്? പോലീസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നോ ഈ അടിയന്തര സാഹചര്യം നേരിടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തിരക്ക് നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് കൂടുതൽ സമയം, മണിക്കൂറുകൾ കാത്തു നിൽക്കാതെ ഭക്തർക്ക് ദർശനം സാധ്യമാക്കുന്നതിനുള്ള നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ സുഗമമായ ഒരു ദർശനം എന്ന് പറയുന്നത് ഒരു 4 മണിക്കൂറിൽ താഴെയൊക്കെ ഭക്തജനങ്ങൾക്ക് കാത്തു നിന്നുകൊണ്ട് ഈ ദർശനം സാധ്യമായാൽ അതിനെ സുഗമമായ ഒരു ദർശനം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. പക്ഷേ ആ ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോഴും പോകുന്നില്ല. ഈ നടപ്പന്തലിലടക്കം ഭക്തജനങ്ങൾക്ക് മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട്. ADGP ക്രമസമാധാന ചുമതലയുള്ള S. ശ്രീജിത്ത് നേരത്തെ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് തിരക്ക് നിയന്ത്രണ വിധേയമാണ്, പോലീസിന്റെ കൺട്രോളിലാണ്, മതിയായ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അത് അത്രത്തോളം പ്രായോഗികമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. നടപ്പന്തലിലടക്കം ഭക്തജനങ്ങൾക്ക് ഇനിയും മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരും. അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളെല്ലാം
ഇന്ന് പകൽ മുഴുവൻ 2 ദിവസമായി നമ്മൾ പ്രതികരണങ്ങളായി ഭക്തജനങ്ങളിൽ നിന്നും കേൾക്കുന്നതുമാണ്. ഇനി തിരക്ക് നിയന്ത്രണ വിധേയമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 18ാം പടിയിൽ ഉള്ള 18ാം പടി കയറുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. 80 മുതൽ 90 വരെ ഭക്തജനങ്ങളെ മിനിറ്റിൽ 18ാം പടി കയറ്റിവിട്ടാൽ മാത്രമേ ഉള്ളൂ 18ാം പടിക്ക് താഴെ നടപ്പന്തൽ മുതലുള്ള ഭാഗങ്ങളിൽ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ 40 മുതൽ 50 വരെ ഭക്തജനങ്ങളെ മാത്രമാണ് മിനിറ്റിൽ 18ാം പടി കയറ്റിവിടാൻ സാധിക്കുന്നത്. ഇന്ന് ADGP ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. രാവിലെ മാത്രമാണ് ഒരു 60 വരെയൊക്കെ ഭക്തജനങ്ങളെ 18ാം പടി കയറ്റിവിടാൻ സാധിച്ചത്. ഇതിന്റെ പ്രധാന കാരണം പരിചയസമ്പന്നരല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥർ ഈ 18ാം പടിയിൽ സേവനമനുഷ്ഠിക്കാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ശബരിമല ഡ്യൂട്ടി ചെയ്തിട്ടുള്ള 18ാം പടിയിൽ ജോലി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അയ്യപ്പന്മാരെ സഹായിക്കുന്നതിന് വേണ്ടി 18ാം പടിയിൽ സേവനം ചെയ്യുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ ഒരുപക്ഷെ അയ്യപ്പന്മാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാതെ ബലപ്രയോഗം നടത്താതെ 80-90 ഭക്തജനങ്ങളെ വരെ മിനിറ്റിൽ 18ാം പടി കയറ്റിവിടാൻ സാധിക്കും, തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി. പരിചയസമ്പന്നത ഇല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥരാണ് 18ാം പടിയിൽ നിൽക്കുന്നത്. അവർക്ക് 40 മുതൽ 50 വരെ ഭക്തജനങ്ങളെ മാത്രമാണ് മിനിറ്റിൽ 18ാം പടി കയറ്റിവിടാൻ സാധിക്കുന്നത്. 18ാം പടിയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥ ഭക്തജനങ്ങളോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് എന്ന പരാതികളും ഉയരുന്നുണ്ട്. ശബരിമലയിൽ തുടരുന്ന സർക്കാർ അവഗണന, കുടിക്കാൻ വെള്ളമില്ല, ശൗചാലയമടക്കം അടിസ്ഥാന സൗകര്യങ്ങളുമില്ല, കുഞ്ഞുകുട്ടികളടക്കം ദുരിതത്തിലാകുന്ന സാഹചര്യം. പലരും ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ 18ാം പടി ചവിട്ടാതെ മാലയൂരി തിരിച്ചു പോകുന്നു. മിഥുൻ മുരളിയാണ് സന്നിധാനത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.